KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സഹായിവാദി ഇസ്ലാമിന്റെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം നാളെ പൂനൂർ ഇശാത്ത് ആശുപത്രിയിൽ. സഹായിവാദി ഇസ്ലാം ജനറൽ സെക്രട്ടറി നാസർ മാസ്റ്റർ ചെറുവാടി ഇന്ന് KMIC ന്യൂസിൽ. സുന്നി സംഘശക്തിയുടെ ജീവഘടകവും ജനകീയ മുഖവുമായ SYSന് പുതിയ 1000 യൂണിറ്റുകൾ. മഹല്ല് നിവാസികളുടെ കൂട്ടായ്മയിൽ പുതുക്കിപ്പണിത അണ്ടോണ ജുമുഅ മസ്ജിദ് ഉദ്ഘാടനം നാളെ. കീഴക്കര സ്വതക്ക ട്രസ്റ്റുമായി മർകസു സഖാഫത്തി സുന്നിയ അക്കാദമിക ധാരണയിൽ ഒപ്പുവച്ചു. CP ഉസ്താദ് ഉറൂസ് മുബാറക്കിന് ഇന്ന് സമാപനം. തത്സമയം KMICയിൽ. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് നേതാക്കൾ. മൊബൈൽ സെൽഫി യുവാവിന്റെ ജീവനെടുത്തു. ചെന്നൈയിലാണ് സംഭവം. കണ്ണൂർ വിമാനത്താവള ഓഹരി ഉടമകളുടെ യോഗം 3 കോടി പുതിയ ഓഹരികൾ നൽകാൻ തീരുമാനം. മസ്ജിദുൽ ഹറം ഇമാം ഷേഖ് സുദൈസ് വേഷപ്രച്ഛന്നനായി വീൽ ചെയറിൽ. ബാർ കോഴക്കേസ് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഹൈക്കോടതി. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് 50കാരനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. ഉത്തർപ്രദേശിലാണ് സംഭവം. വാർത്തകൾ വിശദമായി. ബാർ കോഴക്കേസിൽ വിജിലൻസ് ഡയറക്ടറുടെ വാദങ്ങൾ ഹൈക്കോടതി തള്ളി. ബാർ കോഴക്കേസിൽ മാണിയെ കുറ്റവിമുക്തനാക്കണമെന്ന വിജിലൻസ് ഡയറക്ടർ വിൽസൺ എം പോൾ കർശന നിർദ്ദേശം നൽകിയതായി ഹൈക്കോടതി വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ അഭിപ്രായം പറയുക മാത്രമേ ചെയ്തുള്ളൂവെന്ന വാദം തള്ളിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കേസന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല SP R സുകേഷിനാണെന്നും കോടതി വ്യക്തമാക്കി. ഡയറക്ടർക്കും SP-ക്കും തുല്യ അധികാരമാണെന്ന വാദവും കോടതി തള്ളി. കേസിലെ ശാസ്ത്രീയ തെളിവുകൾ മാണിക്കു കോഴ നൽകിയെന്ന് ആരോപണമുന്നയിച്ച ബാറുടമ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് 50കാരനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. മുഹമ്മദ് അഖ്ലാഖ് എന്നയാളെയാണ് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ജനക്കൂട്ടം അടിച്ചുകൊന്നത്. ഗുരുതര പരിക്കുകളോടെ ഇയാളുടെ മകന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിൽ നിന്നും 45 കിലോമീറ്റർ അകലെയാണ് ദാദ്രി. അഖ്ലാഖിന്റെ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് തിങ്കളാഴ്ച രാത്രിയോടെ 100ഓളം പേർ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. വീടിന്റെ ജനലുകളും വാതിലുകളും ജനക്കൂട്ടം തകർത്തു. പോലീസ് എത്തിയപ്പോഴും ജനക്കൂട്ടം അഖ്ലാഖിനെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ബീഫ് അല്ലായിരുന്നെന്നും ആട്ടിറച്ചിയായിരുന്നുവെന്നും അഖ്ലാഖിന്റെ മകൾ സാജിദ പോലീസിനോട് പറഞ്ഞു. കലാപശ്രമത്തിന് 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും 6 പേരെ കസ്റ്റഡിയിലെടുത്തതായും ഗൌതം നഗർ മജിസ്ട്രേറ്റ് അറിയിച്ചു. അറസ്റ്റിനെ തുടർന്ന് അക്രമാസക്തരായ ജനക്കൂട്ടം പോലീസ് വാഹനത്തെ ആക്രമിച്ചു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നുവെന്ന് പോലീസ് അറിയിച്ചു. മൊബൈൽ സെൽഫി യുവാവിന്റെ ജീവനെടുത്തു. ചെന്നൈയിലാണ് സംഭവം. സെൽഫിയെടുക്കാൻ 60 അടി ഉയരമുള്ള പാറയ്ക്ക് മുകളിൽ കയറിയ യുവാവ് താഴെ വീണു മരിച്ചു. നാമക്കലിലെ കൊല്ലിമലയിലാണ് ദുരന്തമുണ്ടായത്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി പ്രകാശാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ യുവാവ് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം മലയുടെ മുകളിൽ കയറി മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. ഏറ്റവും മുകളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാറയിൽ കയറി സെൽഫി എടുക്കാനുള്ള ശ്രമമാണ് അപകടത്തിനിടയാക്കിയത്. നേരത്തെയുണ്ടായിരുന്ന വിള്ളൽ വലുതായി പാറ പിളരുകയും പ്രകാശ് താഴ്ചയിലേക്ക് വീഴുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്നവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. തലയ്ക്ക് ആഴത്തിൽ ക്ഷതമേറ്റ പ്രകാശ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പോലീസ് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവള ഓഹരി ഉടമകളുടെ യോഗം 3 കോടി പുതിയ ഓഹരികൾ നൽകാൻ തീരുമാനം. വിശദമായ റിപ്പോർട്ടിലേക്ക്.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യ വിമാനം പറന്നിറങ്ങാൻ ഇനി 92 ദിവസം മാത്രം ശേഷിക്കെ ഓഹരി ഉടമകളുടെ 6ാമത് വാർഷിക യോഗം തിരുവനന്തപുരത്ത് നടന്നു. നിലവിലുള്ള 5,53,42,762 ഓഹരികൾക്കു പുറമെ 3,04,31,838 ഓഹരികൾ കൂടി പുതുതായി നൽകാൻ യോഗം തീരുമാനിച്ചു. പുതിയ ഓഹരികൾ വഴി 304.31 കോടി രൂപ അധിക മൂലധനം സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇന്നലെ രാവിലെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ വകുപ്പ് മന്ത്രി കെ ബാബു, കിയാൽ മാനേജിംഗ് ഡയറക്ടർ ജി ചന്ദ്രമൌലി എന്നിവരും പങ്കെടുത്തു. നിലവിലെ 3050 മീറ്റർ റൺവേ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തെങ്കിലും 1700 മീറ്ററാണ് ടാറിംഗ് പൂർത്തിയായത്. അവശേഷിക്കുന്ന 1350 മീറ്റർ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതിൽ പരീക്ഷണ പറക്കലിനായി വടക്കേ അറ്റത്തുള്ള 2400 മീറ്റർ ഉപയോഗപ്പെടുത്താനാണ് യോഗ തീരുമാനം. ഈ ഭാഗത്ത് ഇനി 700 മീറ്റർ മാത്രമേ ടാർ ചെയ്യാൻ ശേഷിക്കുന്നുള്ളൂ. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ GC ഗോപാലപിള്ള, MA യൂസഫ് അലി എന്നിവർക്ക് സ്ഥിരം ഡയറക്ടർമാരായി നിയമനം നൽകാൻ തീരുമാനമായി. ഇതിനിടെ കണ്ണൂർ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കനത്ത മഴയിലും നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ്. കല്ലേരിക്കര മേഖലയിൽ ലൈറ്റ് അപ്രോച്ചിനായി 4ാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന 10.6 ഏക്കർ സ്ഥലത്തിന്റെ സർവേ പ്രവർത്തനം ഇന്നലെ ഊർജിതപ്പെടുത്തി. കുടിയിറക്കു വിരുദ്ധ കർമ്മസമിതിയുമായി അധികൃതർ സമവായത്തിലായതിനെ തുടർന്നാണ് സർവേ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയത്. നിലവിലെ 3050 മീറ്റർ റൺവേയിൽ നിന്ന് നിർദ്ദിഷ്ട 3400 റൺവേക്കുള്ള സ്ഥലം ഉടൻ ഏറ്റെടുക്കും. അവശേഷിക്കുന്ന 350 മീറ്റർ സ്ഥലത്തിനുള്ള സർവേ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. KSEB മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ പിഴ അടക്കണം എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യങ്ങൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നീട് പ്രതിഷേധം ശക്തമായപ്പോൾ ഇറക്കിയ സർക്കുലർ പുനഃപരിശോധിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം ഏറ്റവും വൈറലായത് ഒരു KSEB ഉപയോക്താവ് KSEB മീറ്റർ റീഡർ എടുക്കാൻ വരുന്നയാൾക്ക് എഴുതിയ കത്താണ്. ചാക്കോച്ചൻ എന്ന പേരിൽ എഴുതിയ കത്ത് ഇങ്ങനെ: പ്രിയപ്പെട്ട KSEB മീറ്റർ റീഡർ, ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. വീട്ടിൽ ആരുമില്ല. താക്കോൽ മുറ്റത്തുള്ള വലിയ ചെട്ടിച്ചടിയുടെ അടിയിലുണ്ട്. ഡബിൾ ലോക്കാണ്. കള്ളന്മാരുടെ ശല്യം ഇവിടെ കൂടുതലാണ്. വാതിൽ തുറന്ന് റീഡിംഗ് എടുത്ത ശേഷം താക്കോൽ അവിടെ തന്നെ വെക്കണം. മേശപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ടേ പോകാവൂ. സ്നേഹപൂർവ്വം, ചാക്കോച്ചൻ. പ്രവാസിയായ ലിൻസാണ് ഈ കത്തെഴുതിയത്. കുഞ്ചാക്കോ ബോബനാണോ കത്തിന് പിന്നിൽ എന്ന സംശയം ഉയർന്നപ്പോഴാണ് സ്വന്തം കത്തുമായി ലിൻസ് എത്തിയത്. വർഷങ്ങളായി അബുദാബിയിൽ കഴിയുന്ന ലിൻസ് ഫേസ്ബുക്കിലിട്ട കത്ത് ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഷേക്ക് ഹാൻഡ് നൽകിയ ശേഷം മൈക്രോസോഫ്റ്റ് CEO സത്യ നദെല്ല കൈതുടച്ചത് വിവാദമാകുന്നു. ഷേക്ക് ഹാൻഡ് നൽകിയ ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചു തന്നെ നദെല്ല കൈതുടച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. മോഡിയെ അപമാനിക്കുന്നതിനാണ് നദെല്ല കൈതുടച്ചതെന്ന് ചിലർ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശീലമാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. US-ലെത്തിയ മോഡി IT ഭീമന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് സംഭവം. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. നേരത്തെ മോഡിക്ക് ഹസ്തദാനം നടത്തിയ ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗിന് കൈ കഴുകാൻ ഹാൻഡ് വാഷ് അയച്ചുകൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിനായി ZuckWashYourHand.com എന്ന പേരിൽ വെബ്സൈറ്റും രൂപീകരിച്ചിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ കൈകടത്തുന്നു എന്നാരോപിച്ച് നേപ്പാളിൽ ഇന്ത്യക്കെതിരെ വൻ പ്രതിഷേധം. നേപ്പാളിലേക്ക് ചരക്കെത്തിക്കുന്നതിന് ഇന്ത്യ അനൌദ്യോഗിക വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങിയത്. എന്നാൽ ആരോപണം ഇന്ത്യ നിഷേധിച്ചു. നേപ്പാളിനെ മതേതര രാജ്യമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ വാരം രാജ്യത്ത് പുതിയ ഭരണഘടന നിലവിൽ വന്നിരുന്നു. ഇതിനെ നേപ്പാളിലെ പ്രമുഖ പാർട്ടികളെല്ലാം സ്വാഗതം ചെയ്തപ്പോൾ ഇന്ത്യ വിമർശിക്കുകയായിരുന്നു. ഇന്ത്യയോടടുത്ത തെക്കൻ ഭാഗങ്ങളിലെ ജനങ്ങൾ ഭരണഘടനയ്ക്കെതിരെ പ്രതിഷേധത്തിലാണ്. ഇതുമൂലം ട്രക്കുകൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ചെക്ക് പോസ്റ്റുകളിൽ ഇന്ത്യ മനഃപൂർവ്വം ചരക്കുകൾ പിടിച്ചുവെക്കുകയാണെന്നാണ് നേപ്പാൾ ആരോപണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ 42 ടെലിവിഷൻ ചാനലുകൾക്ക് കേബിൾ ഓപ്പറേറ്റർമാർ വിലക്കേർപ്പെടുത്തി. ഗൾഫ് വാർത്തകൾ. മസ്ജിദുൽ ഹറം ഇമാം ഷേഖ് സുദൈസ് വേഷപ്രച്ഛന്നനായി വീൽചെയറിൽ സഞ്ചരിക്കുന്ന വീഡിയോ യൂട്യൂബിൽ വൈറലാകുന്നു. ഹറമിലെത്തുന്നവർക്ക് മതിയായ സൌകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു സുദൈസ് വേഷപ്രച്ഛന്നനായത്. സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നറിയാനാണ് ഇമാം വേഷം മാറിയതെന്ന് അറബ് പത്രമായ അജയിൽ റിപ്പോർട്ട് ചെയ്തു. യൂട്യൂബിൽ 3 ദിവസത്തിനകം 5 ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. സംഘടനാ വാർത്തകൾ.
സുന്നി സംഘശക്തിയുടെ ജീവഘടകവും ജനകീയ മുഖവുമായ SYSന് മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് പുതിയ 1000 യൂണിറ്റുകൾ നിലവിൽ വരുമെന്ന് സംസ്ഥാന അവലോകന യോഗം വിലയിരുത്തി. ചരിത്രം കുറിച്ച 60ാം വാർഷിക സമ്മേളനവും സാന്ത്വനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സംഘടന നടത്തുന്ന പുതിയ മുന്നേറ്റങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സർവ്വതല സ്പർശിയായ ദഅ്വ കാൽവെപ്പുകളുമാണ് പുതിയ യൂണിറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവിന് കാരണമെന്ന് യോഗം വിലയിരുത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി, ഇലക്ഷൻ ചീഫ്, ജില്ലാ നിരീക്ഷകർ പങ്കെടുത്ത യോഗത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഡയറക്ടറേറ്റ് ചെയർമാൻ സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, N. അലി അബ്ദുള്ള, മുഹമ്മദ് പറവൂർ, മുസ്തഫ കോഡൂർ നേതൃത്വം നൽകി. സോൺ ജനറൽ സെക്രട്ടറി, ചീഫ്, നിരീക്ഷകർ എന്നിവരെ പങ്കെടുപ്പിച്ചുള്ള ജില്ലാ അവലോകന യോഗങ്ങളും സർക്കിൾ ജനറൽ സെക്രട്ടറി, ചീഫ്, നിരീക്ഷകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സോൺ അവലോകന യോഗങ്ങളും പൂർത്തിയായി. യൂണിറ്റ് ഘടകങ്ങൾ തയ്യാറാക്കിയ മെമ്പർഷിപ്പ് സാധ്യതാ ലിസ്റ്റ്, യൂണിറ്റ് പഠനമുറി ക്യാമ്പുകൾ എന്നിവ അവലോകന വിധേയമാക്കി. അംഗത്വ ക്യാമ്പയിൻ, മെമ്പർഷിപ്പ് ഡേ, അപ്ലോഡിംഗ് തുടങ്ങിയവ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകി. അണ്ടോണ മഹല്ല് നിവാസികളുടെ കൂട്ടായ്മയിൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി വിപുലീകരിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C. മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, MV അബ്ദുറസാഖ് സഖാഫി, AP അബ്ദുൽ ഹക്കീം അസ്ഹരി, M. അബ്ദുൽ മജീദ്, CP ഷാഫി സഖാഫി തുടങ്ങിയവർ സംസാരിക്കും. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി നടന്ന സൌഹൃദ സംഗമം PK സലീം ഉദ്ഘാടനം ചെയ്തു. A. രാഘവൻ മാസ്റ്റർ, കണ്ടിയിൽ മുഹമ്മദ് ഹാജി, TK അബ്ദുറഹ്മാൻ പ്രസംഗിച്ചു. സിയാറത്തിന് സയ്യിദ് മുഹസിൻ സഖാഫി നേതൃത്വം നൽകി. PK കുഞ്ഞിക്കോയ ഹാജി പതാക ഉയർത്തി. PKM ബാക്കവി നഗറിൽ നടന്ന മതപ്രഭാഷണ പരമ്പര OM ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ പഠനശില്പശാല ഒക്ടോബർ 10 11 മണിക്ക് മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. ജില്ലാ, സോൺ ഇലക്ഷൻ ചീഫുമാരും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും സംബന്ധിക്കണമെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ ചീഫ് അറിയിച്ചു. സൂഫി വര്യനായിരുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി അന്ത്യവിശ്രമം കൊള്ളുന്ന തമിഴ്നാട്ടിലെ കീഴക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വദഖ് ട്രസ്റ്റുമായി മർക്കസ് അക്കാദമിക ധാരണയിൽ ഒപ്പുവച്ചു. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ കുടുംബാംഗങ്ങളും സ്വദഖ് ട്രസ്റ്റ് ഭാരവാഹികളും ഇന്നലെ മർക്കസിലെത്തിയാണ് ധാരണയിൽ ഒപ്പുവച്ചത്. സ്വദഖ് ട്രസ്റ്റ് ചെയർമാൻ ഹാജി മുഹമ്മദ് യൂസുഫ് സ്വദഖിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിന് മർക്കസിൽ സ്വീകരണം നൽകി. കീഴക്കര, ചെന്നൈ എന്നിവിടങ്ങളിൽ സ്വദഖ് ട്രസ്റ്റ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഇസ്ലാമിക് കോളേജുകൾ തുടങ്ങിയവയാണ് സ്വദഖ് ട്രസ്റ്റിന് കീഴിൽ ഇപ്പോൾ നടന്നുവരുന്നത്. മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള തമിഴ്നാട്ടിലെ പ്രഥമ മെഡിക്കൽ കോളേജ് ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് ഇവർ പറഞ്ഞു. സ്വീകരണ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ഡയറക്ടർ ഹാജി ഹാമിദ് ഇബ്രാഹിം, അസ്ലം ഹുസൈൻ, ഡോക്ടർ മുഹമ്മദ് ജാഫർ, ഡോക്ടർ റജബുദ്ദീൻ, ഡോക്ടർ മൌലവി അബ്ദുൽ നസീർ ജമാലി, പ്രൊഫസർ ഹാറൂൺ റഷീദ്, PR അലി, സയ്യിദ് മത്ഹർ മുഹീദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. മർക്കസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സ്വാഗതം പറഞ്ഞു. മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം, മർക്കസ് ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഗോപി, C. മുഹമ്മദ് ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. SYS SSF സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 3 കടലുണ്ടി ലെവൽ ക്രോസിന് സമീപം നടക്കുന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി അനുസ്മരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി, ഹംസക്കോയ ബാക്കവി കടലുണ്ടി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, ലത്തീഫ് സഖാഫി പുരമുഖം തുടങ്ങി പ്രമുഖർ സംസാരിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും SYS സംസ്ഥാന ട്രഷററുമായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ പേരിൽ നാളെ മദ്രസകളിൽ ഖുർആൻ പാരായണവും പ്രാർത്ഥനയും, വെള്ളിയാഴ്ച പള്ളികളിൽ മയ്യത്ത് നിസ്കാരവും അനുസ്മരണവും പ്രത്യേക പ്രാർത്ഥനയും നടത്തണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവർ അഭ്യർത്ഥിച്ചു. എല്ലാ വ്യാഴാഴ്ചകളിലും മർക്കസിൽ നടക്കുന്ന പണ്ഡിത ദർസ് നാളെ ഉച്ചയ്ക്ക് 2:30 ലൈബ്രറി കൺവെൻഷൻ ഹാളിൽ നടക്കും.
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. കാലിക വിഷയങ്ങളും മഹല്ല് പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്ന ക്ലാസിൽ ജില്ലയിലെ വിവിധ പള്ളികളിലെ ഖത്തീബുമാർ, ഇമാമുമാർ സംബന്ധിക്കും. CP അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 14ാമത് ഉറൂസിന് ഇന്നലെ മഖാം സിയാറത്തോടെ തുടക്കമായി. തുടർന്ന് കുന്നുമൽ വീട്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കൽത്തറ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. C മുഹമ്മദ് ഫൈസി ഉദ്ബോധനം നടത്തി. സയ്യിദ് സുഹൈൽ അസ്സഖാഫ് മാടക്കര, സയ്യിദ് ഹുസൈൻ സഖാഫി, CP ഷാഫി സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി, മുനീർ സഖാഫി, TT അബൂബക്കർ സഖാഫി, ഹക്കീം സഖാഫി അരിയിൽ, സമദ് സഖാഫി വയനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. മൌലിദ് പാരായണം, മുഹീദ്ദീൻ റാത്തീബ്, ബുർദ മജ്ലിസ്, ഖത്മുൽ ഖുർആൻ, ദുആ സമ്മേളനം, ഷാദുലി റാത്തീബ് എന്നീ പരിപാടികളോടെ ഇന്ന് വൈകുന്നേരം ഉറൂസ് സമാപിക്കും. വൈകിട്ട് നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. AP മുഹമ്മദ് മുസ്ലിയാർ, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ തുടങ്ങിയവർ സംബന്ധിക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സേവനരംഗത്ത് 1.5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സഹായി വാദി ഇസ്ലാം കമ്മിറ്റിയുടെ കീഴിൽ പൂനൂർ ഇഷാഅത്ത് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. ആശുപത്രി പരിസരത്ത് നാളെ വൈകുന്നേരം 4-ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിക്കും. സഹായി വാദി ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡയാലിസിസ് സെന്റർ പദ്ധതിയെക്കുറിച്ചും വിശദീകരിക്കുന്നതിനായി സഹായി വാദി ഇസ്ലാമിന്റെ ജനറൽ സെക്രട്ടറി നാസർ മാസ്റ്റർ ചെറുവാടി നമ്മോടൊപ്പം ചേരുന്നു. നാസർ മാസ്റ്റർ, എന്തൊക്കെയാണ് സഹായി വാദി ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ? അസ്സലാമു അലൈക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1.5 പതിറ്റാണ്ട് കാലമായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സഹായി വാദി ഇസ്ലാം. കോഴിക്കോട് ജില്ലാ SOS കമ്മിറ്റിയുടെയും കാരന്തൂർ മർക്കസിന്റെയും സംയുക്ത സംരംഭമായ സഹായി വാദി ഇസ്ലാമിന്റെ കീഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലും നിന്നുള്ള രോഗികൾക്ക് സമാശ്വാസമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗജന്യ ഭക്ഷണം, സൗജന്യ മരുന്ന്, ആംബുലൻസ് സേവനം, മയ്യത്ത് പരിപാലനം, അത്താഴം, ഇഫ്താർ, അതുപോലെ വളണ്ടിയർ സേവനം തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സഹായി ഇത്രയും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കരോഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഏകദേശം ഒരു വർഷം 2 ലക്ഷം പേർ വൃക്കരോഗികളായി കേരളത്തിൽ മാറുന്നുണ്ട് എന്നാണ് പുതിയ കണക്ക്. അവരെ എത്ര പണക്കാരാണെങ്കിലും ശരി, ആ പണക്കാരെ ദരിദ്രത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. അവർക്ക് ഒരു സമാശ്വാസം എന്ന രൂപത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സഹായിയുടെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യവുമുള്ള പൂനൂർ ഹെൽത്ത് സെന്ററിലേക്ക്, അല്ലെങ്കിൽ പൂനൂർ ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്ററിലേക്ക്, മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂനൂരിലെ PHRC പൂനൂരിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുക എന്നുള്ള ആശയം ഉണ്ടായിട്ട് വർഷങ്ങളായി. എന്നാൽ അതിന് പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നാളെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് ഈ സെന്റർ നാടിന് സമർപ്പിക്കുകയാണ്. കാന്തപുരം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ MLA-മാരായ ഉമ്മർ മാസ്റ്റർ, അതുപോലെ പുരുഷൻ കടലുണ്ടി, ജില്ലാ കളക്ടർ N പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 4 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതുപോലെ വാർഡ് മെമ്പർമാർ, പൌരപ്രമുഖർ, ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സേവന രംഗത്തുമുള്ള പ്രവർത്തകന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നാടിന്റെ ഒരു അത്യാവശ്യ ഘടകമായ ഈ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാസികളായ ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വദേശത്തും ഉള്ള ആൾക്കാരുണ്ട്. ധാരാളം ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഏകദേശം 10 യൂണിറ്റ് ഡയാലിസിസ് സെന്ററാണ് ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 10 യൂണിറ്റ് ഡയാലിസിസ് സെന്റർ, അതിൽ 7 മെഷീൻ ഇപ്പോൾ ഫിറ്റ് ചെയ്തു. 3 മെഷീൻ ഏകദേശം ഒരു 3 മാസത്തിനകം ഫിറ്റ് ചെയ്തു. അതോടുകൂടി ഒരു ദിവസം 30 പേരെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും.
ഒരു വർഷം 10,000 പേരെ ഡയാലിസിസ് ചെയ്യുന്ന സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനാവശ്യമായ RO പ്ലാന്റ്, അതുപോലെ അതിനാവശ്യമായ റൂം സൗകര്യങ്ങൾ, നഴ്സിംഗ് സ്റ്റേഷൻ, ഓക്സിജൻ പിറ്റുകൾ, അതുപോലെ AC സംവിധാനങ്ങൾ, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഉദ്ഘാടനത്തിന് ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. സഹായിയുടെ ഈ സേവനം ഈ നാടിന്റെ സേവനമായിട്ട്, ഈ നാടിന് ആവശ്യമായ ഒരു സേവനമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഡയാലിസിസ് ചെയ്യാതിരിക്കാനുള്ള രോഗം വരാതിരിക്കാൻ, ഡയാലിസിസ് ചെയ്യാനുള്ള രോഗം വരാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾക്ക് ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി സഹായം മുമ്പോട്ട് പോകുന്നു. ഡയാലിസിസ് ചെയ്യേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ ആ രോഗികളെ സഹായിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡയാലിസിസ് സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. 1,12,00,000 രൂപയാണ് ഇതിന് ഇപ്പോൾ ചെലവായിട്ടുള്ളത്. ഇനിയും അതിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനും എല്ലാ ജനങ്ങളോടും ഞങ്ങൾ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മർക്കസിന്റെയും SOSന്റെയും ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം SOS 60ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സാന്ത്വന പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിന്റെ ഭാഗവുമാണ്. സംസ്ഥാനത്തെ ഈ രംഗത്തുള്ള SOSന്റെ ആദ്യത്തെ സംരംഭവുമാണ് ഈ ഡയാലിസിസ് സെന്റർ എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. നന്ദി നാസർ മാസ്റ്റർ ചെറുവാടി വിവരങ്ങൾ നൽകിയതിന്. TK അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ പ്രസിഡന്റും നാസർ ചെറുവാടി ജനറൽ സെക്രട്ടറിയും അബ്ദുള്ള സൈദി ചെറുവാടി ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് സഹായി വാദി ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നാളെ നടക്കുന്ന ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ കോഴ കേസ് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഹൈക്കോടതി. സഹായി വാദി ഇസ്ലാമിന്റെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം നാളെ പൂനൂർ ഇശാഅത്ത് ആശുപത്രിയിൽ, തത്സമയം KMICയിൽ. മൊബൈൽ സെൽഫി യുവാവിന്റെ ജീവനെടുത്തു, ചെന്നൈയിലാണ് സംഭവം. മസ്ജിദുൽ ഹറം ഇമാം ഷെയ്ഖ് സുദൈസ് വേഷപ്രച്ഛന്നനായി വീൽചെയറിൽ. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് 50കാരനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു, ഉത്തർപ്രദേശിലാണ് സംഭവം. കണ്ണൂർ വിമാനത്താവള ഓഹരി ഉടമകളുടെ യോഗം 3 കോടി പുതിയ ഓഹരികൾ നൽകാൻ തീരുമാനം. സുന്നി സംഘശക്തിയുടെ ജീവഘടകവും ജനകീയ മുഖവുമായ SYSന് പുതിയ 1000 യൂണിറ്റുകൾ. കീഴക്കര സ്വതക്ക ട്രസ്റ്റുമായി മർകസു സഖാഫത്തി സുന്നിയ അക്കാദമിക ധാരണയിൽ ഒപ്പുവച്ചു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് നേതാക്കൾ. CP ഉസ്താദ് ഉറൂസ് മുബാറക്കിന് ഇന്ന് സമാപനം, തത്സമയം KMICയിൽ. മഹല്ല് നിവാസികളുടെ കൂട്ടായ്മയിൽ പുതുക്കിപ്പണിത അണ്ടോണ ജുമുഅ മസ്ജിദ് ഉദ്ഘാടനം നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.